ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വാവുച്ചിക്കുട്ടി കോളേജിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. ചമ്മി പറയ്ക്ക് വരെയാണ്, വീഡിയോ എടുക്കണമുണ്ട്. തലമുടിയൊക്കെ കൊലഞ്ഞല്ലേ ഇരിക്കണേ, അതുകൊണ്ട് ഒരുമാതിരി വീഡിയോ എടുക്കണമുണ്ട്. പിന്നെ ബാഗൊക്കെ കൊണ്ട് വെച്ച് പിന്നെ ബബ്ലു എന്തൊക്കെ കഥയൊക്കെ പറയാണ്. ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ച് അവൾ കുളിച്ച് റെഡിയായി. അപ്പം അവന് കുറച്ച് മുട്ടയൊക്കെ വറുത്തത് കൊടുത്ത് അത് അവിടെ ഇരുന്ന് തിന്നണാണ്. എത്ര പറഞ്ഞാലും അകത്ത് പോയിരുന്ന് തിന്നാൻ പറഞ്ഞ് കേൾക്കില്ല. ഇങ്ങനെ പെരിയമ്മേരെടുത്ത് തന്നെ ഇരുന്ന് തിന്നും. പിന്നെ ഇത് പയർ നമ്മളെ വീട്ടിൽ ഉള്ളതാണ്, രാവിലെ പറിച്ചതേ ഉള്ളൂ. അപ്പം അതും കൂട്ട് വെച്ച് നൊത്തോലി മീനും മാങ്ങയൊക്കെ ഇട്ട് കൂട്ട് വയ്ക്കാം. പിന്നെ മാങ്ങ ഇരുന്നതുകൊണ്ട് അപ്പുറത്ത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നതുകൊണ്ട് മാങ്ങ കുറേ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു മാങ്ങാക്കറിയും വെച്ച് അങ്ങനെ കൂട്ടൊക്കെ റെഡിയായി. എല്ലാവർക്കും ആഹാരം കഴിക്കാനൊക്കെ സമയമായി വരണേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ടേസ്റ്റ് നോക്കുമ്പോൾ മാങ്ങ കറി ടേസ്റ്റ് നോക്കുമ്പോൾ ബബ്ലുവിന് കുറച്ച് ടേസ്റ്റ് നോക്കാൻ വേണമെന്ന് പറഞ്ഞേ. അപ്പോൾ അവനും കൂടെ കൊടുക്കണതാണ്. അവൻ കൈ നീട്ടിയും വെച്ചുകൊണ്ട് നിൽക്കണം. അവൻ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവനും കഴിച്ച് എല്ലാവരും കഴിച്ചു. പപ്പു മാത്രം കഴിച്ചുകൊണ്ടിരിക്കണം. അവൻ റെഡി ആവണം. അവന് ഉച്ചയ്ക്ക് ശേഷമാണ് സ്കൂളിൽ പോകണം. അപ്പോൾ അവൻ റെഡി ആയോണ്ടിരിക്കണേ. എല്ലാവർക്കും ഒരുമിച്ച് ചോറെടുത്തതാണ്. പപ്പു മാത്രം കഴിച്ചില്ല. പപ്പു കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ബബ്ലു സ്കൂളിൽ പോകാൻ റെഡിയായി ഇറങ്ങണം. അവൻ ഇനി കുറേ നേരം ടാറ്റയൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് നിന്നിട്ടേ പോവുമേ, തുള്ളിച്ചാട്ടം കഴിഞ്ഞിട്ട്. അങ്ങനെ വൈകുന്നേരമായി. എല്ലാവരും കുറേ നേരം റെസ്റ്റ് എടുത്ത് അടുത്ത് വൈകുന്നേരമായി. നമ്മൾ ഇനി പുറത്ത് പോവേണേ. പുറത്തെന്ന് പറഞ്ഞ് ബബ്ലുവിനൊരു യൂണിഫോം ഷർട്ട് വാങ്ങണം. അപ്പോൾ അതും വാങ്ങി ചെടിത്തോട്ടമൊക്കെ നോക്കിയിട്ട് അങ്ങനെ കുറച്ച് റിലാക്സായി വരാം എന്നാണ് വിചാരിച്ചത്. അങ്ങനെ പോകുമ്പോൾ വണ്ടിയിൽ കയറിയാണ് പോണത്. നമുക്ക് മിനി ബസ്സാണ് കിട്ടിയത്. അതിൽ കയറിപ്പോയി. തുണി നോക്കിയിട്ട് തുണി കട അടച്ചിരുന്ന്, അപ്പോൾ തുണി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ചെടിത്തോട്ടമൊക്കെ നോക്കി കുറച്ച് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ തൈയൊക്കെ വാങ്ങിയിട്ട് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അടുത്ത് നമ്മൾ ഒരു ഹോട്ടലിൽ കയറി. ഹെവനിലെ അന്ന് നേരത്തെ പോയിട്ടുള്ളത്. അവൾക്ക് ഇതിൽ വരുമ്പോൾ എല്ലാം ഇതിൽ പോകാൻ ഭയങ്കര ആഗ്രഹം. ഇനി എപ്പോഴും പോവില്ല, എന്തെങ്കിലും ഒരിക്കൽ പോകുമ്പോൾ. ഇത് നേരത്തെ ഒരു 2 ദിവസം എന്തോ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന് ഊഞ്ഞാലാടി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കളി പറഞ്ഞ് ചിരിച്ച്. ഇവർ രണ്ടുപേരുമൊക്കെ ഭയങ്കര കളിയായിരുന്നു. അവർക്ക് നല്ല ചിരിച്ച് കളിക്കാനുള്ള കുറേ നേരം കളിക്കാം, കുഴപ്പമില്ല. അവരൊന്നും പറയുകയൊന്നും ചെയ്യില്ല. അങ്ങനെ അതുകൊണ്ട് അവരിരുന്ന് ഊഞ്ഞാലാട്ടമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഫുഡിന് വെയിറ്റിംഗാണ്. അപ്പം ഫ്രൈഡ് റൈസ് വാങ്ങിച്ച് ഫ്രൈഡ് റൈസ് അങ്ങനെ എടുത്ത് കൊടുക്കുകയാണ്. അവനാണെങ്കിൽ ഫുഡ് കണ്ടത് ഭയങ്കര ഹാപ്പിയായി. പിന്നെ അച്ചുവിനും പാർസൽ വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ആട്ടോയിൽ തിരികെ വീട്ടിൽ വന്ന്. അങ്ങനെ ചേട്ടനാണെങ്കിൽ പപ്പുവിന് ചായയൊക്കെ ഇട്ട് വെച്ചിരുന്ന് ആറാൻ വെച്ചിരുന്ന്. അപ്പോൾ അതൊക്കെ എടുത്ത് അവൾ കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടി വന്ന് ഇന്നലെ വിട്ടിരുന്ന സ്ഥലത്ത് വിത്ത് നടാമെന്ന് വിചാരിച്ച്. അപ്പം അതിൽ കുറച്ച് വിത്തൊക്കെ എടുത്ത് ഇന്ന് നട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഇന്ന് മഴ പെയ്ത്, രാവിലെ മഴ പെയ്ത്. അപ്പം വിചാരിച്ച് എന്തായാലും ഇന്ന് നട്ടേ പറ്റൂ, വിത്ത് നട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് മഞ്ഞ വേണമെന്ന് പറഞ്ഞ് മഞ്ഞ ഇവിടെ നിന്ന് തോണ്ടി നോക്കിയപ്പം കുറച്ചൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. പിന്നെ കുറേ വേരൊക്കെയാണ് നിറയെ ഇരിക്കുന്നത്. അപ്പോൾ വിചാരിച്ച് എന്തായാലും ഇനി ഇതിനെ നട്ടാൽ അടുത്ത പ്രാവശ്യം നമുക്ക് നിറയെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാത്തിനെയും വലിച്ച് പൊളിച്ചൊക്കെ എടുത്ത് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി നാളെ രാവിലെയാണ് നടന്നത്. അപ്പം ഇന്ന് അത്യാവശ്യത്തിന് മാത്രം അവൾക്ക് മാത്രം മഞ്ഞ ഇത്തുപോലെ എടുത്തിട്ട് ബാക്കി അങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. വന്നപ്പം സന്ധ്യയായിപ്പോയി എല്ലാം. പിന്നെ ഇന്ന് തന്നെ ചെയ്യണം, നാളെയൊക്കെ ബിസി, നാളെയും യാത്രയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ബാങ്കിലൊക്കെ പോകണം. ഇന്ന് ബാങ്കൊക്കെ അവധിയായതുകൊണ്ടാണ് അങ്ങൊന്നും പോകാൻ പറ്റാത്തത്. അടുത്ത് അതെല്ലാം എടുത്ത് ഒതുക്കി വെച്ചിട്ട് പിന്നെ വിത്ത് നട്ടിടത്തെല്ലാം വെള്ളം വീത്തിയില്ലെങ്കിൽ ചിലപ്പം മഴ പെയ്തില്ലെങ്കിൽ ഇനി അതിൻ്റെ പിറകെ നിന്ന് തിരിയാൻ വയ്യ. ശരി, കൈയോടെ വെള്ളമൊക്കെ വീത്തി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ വീത്തി. പിന്നെ എന്തായാലും വൈകുന്നേരം വന്ന് ഒരു കൃഷിപ്പണി ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതുകൊണ്ടാണ് കൃഷിപ്പണിയൊക്കെ ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് പുളിയങ്കുരു കൂടെ ഇരുന്ന് അതിനെ എടുത്ത് വറുക്കണമെന്നായി. അങ്ങനെ അതിനെയും എടുത്ത് വറുക്കായിട്ട് അത് അപ്പനും കൂടെയാണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കിണ്ടി അവളെ കയ്യും കഴിച്ച് കുറച്ച് നേരം ഞാൻ കിണ്ടി, എന്നാലും അവൾക്ക് തന്നെ കിണ്ടണം. ഞാൻ തന്നെ വയ്ക്കും, ഞാൻ തന്നെ വറുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊരു ഓട്ടച്ചട്ടിയാണ്, ഓട്ടയല്ല,
വെള്ളം കനിഞ്ഞ് പോണ ചട്ടിയാണ്. അപ്പം പിന്നെ അതിനെ ഒതുക്കിയാണ് വെച്ചിരുന്നത്. ആ ചട്ടിയാണ് എടുത്ത് പുളിയങ്കുരു വറുക്കാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് അവരെ ജോലി നോക്കിപ്പോയി. പിന്നെ അവൾ നിന്ന് ഇടത് സൈഡ് കൈ വെച്ച് അങ്ങ് റെഡിയായെന്ന് ചോദിക്കുകയാണ്. ഇടത് സൈഡ് കൈ വെച്ച് കിണ്ടും, വലത് സൈഡ് കൈ വെച്ച് കിണ്ടും, അവിടെ ഇരുന്ന് കിണ്ടും. അടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് രസം. ഞാൻ കുറച്ച് നേരം വാങ്ങിച്ച് കിണ്ടി. കുറച്ച് നേരം കിണ്ടിയിട്ട് എനിക്ക് കൈ കഴിച്ച്. അപ്പോൾ അവൾ പറയല്ലേ, ഞാൻ കിണ്ടിക്കോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അടുപ്പിനടുത്ത് നിൽക്കുന്നതല്ലേ, ഭയങ്കര ചൂടുണ്ട്, വെക്കമുണ്ട്. അതാണ് അവൾ പിന്നെ വെള്ളം കുടിക്കാൻ പോയി. പിന്നെ എല്ലാവരും മാറ്റി മാറി കൈ കിണ്ടി. അതിനുശേഷം അത് അതിൻ്റെ അടുത്ത് നിൽക്കാതിരുന്നത് കരിഞ്ഞു കൊണ്ടുപോകും. പിന്നെ അവളുടെ മുകളിൽ അറിയിരുന്നത്, അതിൻ്റെ മണ്ടയ്ക്ക് അറിയിരുന്നാണ് കിണ്ടണത്. അവൾക്ക് അതിനൊന്നും കുഴപ്പമില്ല, അറിയുന്നു എങ്ങനെയെങ്കിലും കിണ്ടി അതിനെ ശരിയാക്കി വേവിച്ച് പറക്കിയെടുക്കണം. അങ്ങനെ ഇനി നാളെ കൗരാനൊക്കെ ഇടണം. രാവിലെ കൗരായിട്ടാണ് കഴിക്കാൻ. അങ്ങനെ ഏകദേശം വേവാറായി, ഇനി അല്പം കൂടെ ഉണ്ട്. എൻ്റെ ഇവിടെ ഇരുന്ന് ഒരു മീൻ ചട്ടിയുടെ അടപ്പിനെ ആരോ പൊട്ടിച്ചിട്ട് ഇവിടെ വച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ പൂവിനെയൊക്കെ വരുന്ന സ്ഥലമാണ്. അത് പൂച്ചയൊന്നും അല്ല പൊട്ടിച്ചത്. അപ്പോൾ പൊട്ടിച്ചതിനെ എടുത്ത് അത് മുകളിൽ വെച്ചിരിക്കുന്നത്. അപ്പം പൂച്ചയല്ലല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ കയ്യിൽ നിന്നായാലും അത് വിഴുന്ന് പൊട്ടും, അത് കുഴപ്പമില്ല. പൊട്ടിയെന്ന് പറഞ്ഞ് എത്ര എണ്ണം പൊട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ റെഡിയായി. ഓക്കെ, ബൈ. ഇന്നത്തെ വിഷയം ഇത്ര.